ഞാൻ പത്മശ്രീ മാണിമാധവ ചാക്യാരുടെ ഒടുവിലത്തെ മകളാണ്. അമ്മടിക്കുട്ടി ആണ് പേര്. അമ്മടിക്കുട്ടി നങ്ങ്യാരമ്മ. എനിക്ക് ഓർമ്മ വെച്ച മുതൽക്ക് അച്ഛൻ ഈ കൂത്തും കൂടിയാട്ടമൊക്കെ കാണിക്കുന്ന കലാകാരനായതുകൊണ്ട് അതിലൊക്കെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ കൂത്തും കൂടിയാട്ടം ഇതിൽ നങ്ങ്യാരമ്മമാരെന്ന് ഒരു വിഭാഗം, അതായത് കൂത്ത് കഴിക്കുന്ന ചാക്യാരെ വേഷം കെട്ടും, അരങ്ങത്ത് വരും. പിന്നെ കൊട്ടണത് നമ്പ്യാരുടെ സ്ത്രീകളെയാണ് നങ്ങ്യാരമ്മ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നങ്ങ്യാരമ്മ സ്ത്രീയാണ് ഞാൻ. അച്ഛൻ ചാക്യാരുമാണ്. അങ്ങനെ അച്ഛൻ്റെ കൂത്തിന് അരങ്ങത്തിരിക്കാനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ നങ്ങ്യാരമ്മമാരെ രംഗപ്രവേശം ചെയ്യുന്നത്. നങ്ങ്യാരമ്മമാരാവണമെങ്കിൽ, ഒരു നങ്ങ്യാരമ്മയാവണമെങ്കിൽ ആ നങ്ങ്യാരമ്മയ്ക്ക് അരങ്ങേറ്റം കഴിഞ്ഞിരിക്കണം. അരങ്ങേറ്റം കുട്ടിയാകുമ്പോൾ കഴിക്കും. 8 വയസ്സിലോ 9 വയസ്സിലോ ഒക്കെ കഴിക്കാറുണ്ട് അരങ്ങേറ്റം. അതിന് അരങ്ങേറ്റത്തിന് ചില ക്രിയകളൊക്കെ ഉണ്ട്. ആ ക്രിയയൊക്കെ കാണിച്ചിട്ട് ദിക്പാലവന്ദനം, പിന്നെ എല്ലാ അഷ്ടദിക്പാലകന്മാരെയൊക്കെ വന്ദിക്കും. സരസ്വതി, ഗണപതി, പരമശിവനെ, പാർവതി എല്ലാവരെയും വന്ദിക്കുന്ന ശ്ലോകങ്ങളൊക്കെ ആയിട്ട് അതിന് ചില ചുവടുവെപ്പൊക്കെ ഉണ്ട്. ആ വേഷം കെട്ടിയിട്ടാണ് കാണിക്കുക. അതാണ് നങ്ങ്യാരമ്മയുടെ അരങ്ങേറ്റം. ഈ അരങ്ങേറ്റം കഴിയാത്തവരെ നങ്ങ്യാരമ്മയായിട്ട് കണക്കാക്കില്ല. അതായത് അവർക്ക് അരങ്ങത്തിരിക്കാനോ അല്ലെങ്കിൽ കൂത്തിന് വേഷം കെട്ടാനോ ഒന്നും അവർക്ക് അധികാരമില്ല. ശരിക്ക് പണ്ടത്തെ കാലത്ത് അങ്ങനെ ഒരു നങ്ങ്യാരമ്മയായി കഴിഞ്ഞാൽ ആ നങ്ങ്യാരമ്മ ആദ്യം പഠിക്കുന്നത് അരങ്ങേറ്റത്തിൻ്റെ ക്രിയകളാണ്. ഒരു നങ്ങ്യാരമ്മ ആവാൻ ആദ്യത്തെ അരങ്ങേറ്റത്തിനുള്ള ക്രിയകളൊക്കെ അച്ഛൻ തന്നെയാണ് എന്നെ പഠിപ്പിച്ചെടുക്കുന്നത്. ഈ മഠത്തിൽ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് അച്ഛൻ പഠിപ്പിച്ചെടുക്കുന്നത്. അച്ഛൻ അന്നൊക്കെ അച്ഛന് കൂത്തും ഒക്കെ ധാരാളം ഉണ്ട്. അടിയന്തര കൂത്തുകൾ പറയും. ഓരോരോ അമ്പലങ്ങളിൽ തൃപ്രയാറ്, തിരുവേഗപ്പുറ, അവിട്ടത്തൂര്, ചെമ്മാണിയോടം, കരിവള്ളൂർ, അങ്ങനെ പല സ്ഥലങ്ങളിലും തൃപ്രയാറ്റിക്ക് അച്ഛൻ കൂത്തിനും. അപ്പോൾ ചില ദിവസമൊക്കെ കൂത്തിന് പോയിച്ചാൽ ഒരു മാസമൊക്കെ 41 ദിവസമൊക്കെയാണ് കൂത്തുണ്ടാവുക. അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ വരുന്നത്. അപ്പോൾ ഈ അരങ്ങേറ്റത്തിൻ്റെ ക്രിയ ഇവിടെ വരുമ്പോൾ പഠിപ്പിച്ചു തരും. അതിന് അത്ര അധികം പഠിക്കാണ്ടായിരുന്നില്ല, കുറച്ചേ പഠിക്കാണ്ടായിരുന്നു. അങ്ങനെ അരങ്ങേറ്റം ഉണ്ടായി. അരങ്ങേറ്റം ഇവിടെ കിളിക്കുറിശി മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചിട്ട് 11ാമത്തെ വയസ്സിലാണ് എൻ്റെ അരങ്ങേറ്റം ഉണ്ടായത്. അച്ഛൻ തന്നെയാണ് അരങ്ങേറ്റത്തിന് വേഷം കെട്ടിക്കാനും എല്ലാത്തിനും നിന്നുണ്ടായിരുന്നു. പിന്നെ മൂത്ത സഹോദരൻ നാരായണേട്ടൻ മിഴാവ് വാദനത്തിനും ഉണ്ടായിരുന്നു. അമ്മ അരങ്ങത്തിരുന്ന് ശ്ലോകം ചൊല്ലും. ഞാൻ എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ആദ്യം പഠിച്ചിട്ടുള്ള ശ്ലോകം എന്താണെന്ന് വെച്ചാൽ അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതിങ്ങനെ കാണിക്കാറുണ്ട് ഇപ്പോഴും. അതാണ് ആദ്യത്തെ ശ്ലോകം. അതായത് എന്താ പറയുക, കൃഷ്ണാവതാരം, ശ്രീകൃഷ്ണാവതാരമാണ് കഥ. ആ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ കഥയാണ് ഇതിൽ കാണിക്കുക. അതിൽ ആദ്യത്തെ ശ്ലോകം, 2 ശ്ലോകം. ആദ്യത്തെ ശ്ലോകം ചെല്ലാം. ഒന്ന്, അസ്ഥി വിസ്താരി സൗധാഗ്ര ചുംബിതം ബുധ താരക മഹിതോദാര വൃഷ്ണീന്ദ്ര മധുരാപുരി. ഇത് കൈ കാണിച്ചിട്ടാണ് ചെല്ലണം. അത് വേഷം കെട്ടിയിട്ട്, സ്ത്രീവേഷത്തിൻ്റെ വേഷം അത് ഇരിക്കുന്നത് വേഷമാണ്. ആ വേഷം കെട്ടിയിട്ട് ഇത് കൈ കാണിക്കും. മുദ്ര കാണിച്ചിട്ട് കണ്ണും അതിൻ്റെ കൂടെ കാണിച്ച് അങ്ങനെയാണ് കാണിക്കുക. അതിന് വേഷം കാണിക്കാം. അസ്ഥി വിസ്താരി സൗധാഗ്ര ചുംബികം താരക മഹിതോദാര വൃഷ്ണീന്ദ്ര മധുരാപുരി. ഞാൻ ശ്ലോകം കൈ കാണിക്കുക. അതായത് അസ്ഥി വിസ്താരമേറിയതും വളരെ ഗംഭീരമായിട്ട് ഒരു നഗരം, ഒരു രാജധാനി ഉണ്ടായി,
കൊട്ടാരം ഉണ്ടായി. ശ്രീകൃഷ്ണൻ്റെ ജനനത്തിൻ്റെ മുമ്പെയുള്ള കഥയിൽ ആദ്യം പറയുന്നതാണ്. രാജധാനി ഉണ്ടായി, ഉഗ്രസേനരായിട്ടുള്ളൊരു രാജാവ് അവിടെ രാജ്യം ഭരിച്ചു. അങ്ങനെ ഉഗ്രസേനൻ്റെ വംശപരമ്പരയായിട്ട് ശ്രീകൃഷ്ണൻ അവതരിക്കുന്നതും ഒക്കെയുള്ള കഥകളാണ് ഇതിൽ കാണിക്കുക. അപ്പോൾ 34 ശ്ലോകമുണ്ട്. ആ 34 ശ്ലോകമാണ്. അത് മുഴുവൻ അരങ്ങേറ്റത്തിന് കാണിക്കാറില്ല. 2 ശ്ലോകം ആദ്യത്തെ ദിവസവും 1-ാമത്തെ ദിവസവും 2-ാമത്തെ ദിവസവും 2 ദിവസമായിട്ടാണ് അരങ്ങേറ്റം കഴിക്കുക. അതിൽ ആദ്യത്തെ ദിവസം ഈ ചടങ്ങുകളൊക്കെ ക്രിയകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ദിക്പാലവന്ദനം, അത് പിന്നെ ഗോഷ്ഠിയും ഗോഷ്ഠി കൊട്ടുമ്പോൾ അക്കിത്ത ചെല്ലും. അക്കിത്ത ശ്ലോകങ്ങൾ അത് നങ്ങ്യാർമ്മ അരങ്ങത്തിരുന്ന് ശ്ലോകം ചെല്ലും, മിഴാവ് കൊട്ടും. അപ്പോൾ വേഷം എത്തിയിട്ടുണ്ടാവില്ല. വേഷം വരുന്നതിന് മുമ്പാണ് ഈ അക്കിത്ത ചെല്ലും. അത് കഴിഞ്ഞാൽ അരങ്ങ് പൂജിക്കും. പൂജ ചെയ്യുന്നത് അരങ്ങ് പൂജ കഴിഞ്ഞിട്ട് പിന്നെയാണ് അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ വേഷം അരങ്ങെത്തിക്ക് വരുന്നത്. അപ്പോൾ ഈ ഗോഷ്ഠി ചെല്ലുമ്പോഴും ഗോഷ്ഠി കൊട്ടും. ആ ഗോഷ്ഠി കൊട്ടുമ്പോൾ ഈ നങ്ങ്യാർമ്മ അരങ്ങത്തിരുന്ന് 14 ശ്ലോകം ചെല്ലാണ്. അക്കിത്ത എന്ന് പറയും. അക്കിത്ത ശ്ലോകങ്ങളെന്നാണ് പറയുക. അത് അവിടെ ഇരുന്ന് ചെല്ലും. അപ്പോൾ വേഷം വരുന്നതിന് മുമ്പേ അത് ചെല്ലും. അക്കിത്ത ശ്ലോകങ്ങളിൽ ഒരു ശ്ലോകം അവിടെ ചെല്ലാം. അഗണിത ഭണി ഭണ മണിഗണ കിരണൈരരുണിത നിജതനുമവീരത ഫലദം കടതടലുഢകള ദളികുലനീനദം പ്രണമത ഗണപതി മഗണിത ഫലദം. ആദ്യത്തെ ശ്ലോകം എന്താണ്? ഗണപതിയെ കൊണ്ട്, പിന്നെ വൃഷഭവും നന്ദികേശ്വരനെ കൊണ്ട്, പാർവതിയെ കൊണ്ട്, പരമേശ്വരനെ കൊണ്ടൊക്കെ സ്തുതി ചെല്ലും കഴിഞ്ഞിട്ടാണ് രംഗത്ത് വേഷം വരുന്നത്. വന്നു കഴിഞ്ഞാൽ കുറേ ക്രിയകൾ ചെയ്യാനുണ്ട്. അതൊക്കെ കാണിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അത് ക്രിയയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ദിക്പാലവന്ദനം എല്ലാം ചെയ്ത് അതിൻ്റെ ഇടയിൽ തൊഴുകാൻ പോകും, ഭഗവാനെ തൊഴുകാൻ പോകും. അതായത് ഈ നങ്ങ്യാർമ്മയ്ക്ക് വേഷം കെട്ടിയാൽ നങ്ങ്യാർമ്മയ്ക്ക് ഭഗവാനെ തൊഴുകാൻ അവിടെ സോപാനത്തിന് മുമ്പിൽ അവിടെ ചെന്ന് നിന്ന് മണിയടിച്ച് തൊഴുകാനുള്ള അവകാശമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സ്ത്രീ മാത്രമേ ഇവിടെ അമ്പലത്തിൽ മണിയടിച്ച് തൊഴുകുള്ളൂ. അതും ഈ വേഷം കെട്ടിയ അവിടെ അമ്പലത്തിൽ തൊഴുത് വന്നിട്ട് പിന്നെ ആദ്യം ഒരു ലേശം നേരെ കൂടി കിട്ടും. പിന്നെ പിറ്റേ ദിവസം രണ്ടാം ദിവസമാണ് ഈ ശ്ലോകങ്ങൾ ഓരോന്നായിട്ട് തുടങ്ങുക. 2 ശ്ലോകം ചൊല്ലി നിർത്തും. സാധാരണ ഇപ്പോൾ അങ്ങനെ എല്ലാം അരങ്ങേറ്റത്തിന്. അപ്പോൾ ഇതാണ് അരങ്ങേറ്റം എന്നുള്ള ചടങ്ങ്. ഈ അരങ്ങേറ്റം കഴിഞ്ഞാലാണ് നങ്ങ്യാർമ്മയാവുള്ളൂ. അതിന് മുമ്പ് നങ്ങ്യാർമ്മയാവില്ല. താളം പിടിക്കാനും ഒന്നും. അങ്ങനെ നങ്ങ്യാർമ്മ വംശത്തിലാണ് ഞാൻ ജനിച്ചത്. പറഞ്ഞില്ല, എൻ്റെ അമ്മയുടെ പേര് കുഞ്ഞിമാള് നങ്ങ്യാർമ്മ, ശ്രീദേവി എന്നാണ് പേര്. കുഞ്ഞിമാള് നങ്ങ്യാർമ്മ എന്നാണ്. അപ്പോൾ ഇതേമാതിരി ഇവിടെയുള്ള എല്ലാ കുട്ടികളെയും, അതായത് നമ്മുടെ ഈ കുടുംബത്തിൽ ഈ പ്രസവിച്ചുണ്ടായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇതേമാതിരി അരങ്ങേറ്റം കഴിക്കും. ആൺകുട്ടികളാണെങ്കിൽ കൊട്ടിൻ്റെ അരങ്ങേറ്റം, പെൺകുട്ടികളാണെങ്കിൽ വേഷത്തിൻ്റെ അരങ്ങേറ്റം. അങ്ങനെ അരങ്ങേറ്റം കഴിഞ്ഞ് നങ്ങ്യാർമ്മ ആവുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ നങ്ങ്യാർമ്മ കൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നങ്ങ്യാർമ്മ കൂത്ത് കൊണ്ട് തന്നെയാണ് ഈ ശ്രീകൃഷ്ണചരിതം ആണ് പറയുക. അപ്പോൾ അത് കൂത്ത് പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവതിയുടെ ക്ഷേത്രങ്ങളിലാണ് തന്നിരിക്കുന്നത്. പണ്ട് ആരോ ഒരാൾ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചു തന്നിട്ടുണ്ട്. ദേവിയുടെ സ്തുതി സ്ത്രീകൾക്ക് വേഷം കെട്ടാനായിട്ട് ഇവിടെ ഭഗവതിയുടെ ഇവിടെ ഈ മുളഞ്ഞൂക്കാവിലുണ്ട്, പഴയന്നൂർ അമ്പലത്തിലുണ്ട്, തിരുവല്ലാമലയുണ്ട്. അങ്ങനെ കുറേ അമ്പലമായിട്ട് ഇപ്പോൾ തിരുവല്ലാമലയിൽ മാത്രമേ ഉള്ളൂ ഈ നങ്ങ്യാർമ്മക്കൂത്ത് അമ്പലത്തിൽ. പിന്നെ പഴയന്നൂരും ഉണ്ട്. പിന്നെ ഇവിടെ മുളഞ്ഞൂക്കാവിൽ അങ്ങനെ പല സ്ഥലത്തും നങ്ങ്യാർമ്മക്കൂത്തും. അപ്പോൾ അതിന് ഇതാണ് അത്. ഈ നങ്ങ്യാർമ്മമാരാണ് വേഷം കെട്ടിയിട്ട് അവതരിപ്പിക്കുക നങ്ങ്യാർമ്മക്കൂത്ത്. ഇപ്പോൾ അത് ആദ്യം അതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതല്ല, സ്വർഗാരോഹണം വരെയുള്ള കഥയും നങ്ങ്യാർമ്മക്കൂത്തായിട്ട് എഴുതി ചിട്ടപ്പെടുത്തി ഈ വേഷം കെട്ടി അഭിനയിക്കാൻ പാകത്തിനാക്കിയിട്ടുണ്ട്. അത് നാരായണ നമ്പ്യാരാണ് അത് ചിട്ടപ്പെടുത്തിയിട്ട് ഇങ്ങനെ നങ്ങ്യാർമ്മക്കൂത്ത്. ഇപ്പോൾ നങ്ങ്യാർമ്മക്കൂത്ത് ആദ്യം പഴയ വേഷം എന്ന് പറഞ്ഞാൽ അത്ര വലിയ വേഷത്തിൽ നിന്ന് പ്രാധാന്യമില്ല. വഴിപാടാണ്, ഭഗവതിക്ക് വഴിപാടാണ്. ഭഗവതിക്ക് മാത്രം കാണാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അതായത് കാഴ്ചയ്ക്കുള്ളതല്ല എന്നർത്ഥം. ഇത് ഒരു ദൈവികമായിട്ടുള്ള കാര്യമാണ്. അത് ഭഗവതി അവിടെ ഉണ്ടാവും കാണാൻ, ആരും ഇല്ലെങ്കിലും. അപ്പോൾ അധികം ആളുകളൊന്നും അന്ന് കാണാൻ എന്തായാലും കൂത്താമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊക്കെയാകുമ്പോൾ അവിടെ കുറച്ച് ആളുകളൊക്കെ ശുദ്ധമായിട്ടുള്ള ആൾക്കാരെ, അതായത് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, അങ്ങനെയുള്ള ആൾക്കാർ നല്ലോണം കുളിച്ച് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരല്ലാണ്ട് ഇതൊന്നും കാണാൻ വരാറ്. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ഇതൊക്കെ പ്രോഗ്രാം ആക്കിയിട്ട് പുറത്തേക്കൊക്കെ കൊണ്ടുപോയി ഇപ്പോൾ എല്ലാ സ്റ്റേജിലും ഇപ്പോൾ നങ്ങ്യാർമ്മക്കൂത്തൊക്കെ കളിക്കുന്നുണ്ട്, പല കഥകളും കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇത് വലിയൊരു കലയായിട്ട് എല്ലാവരും അംഗീകരിച്ചു.